الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ആർക്കും മരിക്കാതിരിക്കാൻ പറ്റില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരികിലേക്ക് മലക്കുൽ മൗത്ത് ഒരു മനുഷ്യന്റെ കോലത്തിൽ വരുന്നുണ്ട്. വന്നത് മലക്കുൽ മൗത്താണെന്നൊന്നും മൂസാ നബിക്ക് മനസ്സിലായിട്ടില്ല. വന്നിട്ട് പറഞ്ഞു, നിന്റെ റൂഹ് എടുക്കാൻ വേണ്ടി വന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ നല്ലൊരു അടി കൊടുത്തു. കണ്ണിനാണ് അടി കൊണ്ടത്, കണ്ണ് പൊട്ടിപ്പോയി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയുന്നുണ്ട്. അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത്. അള്ളാഹുവെ, മരിക്കാൻ ഉദ്ദേശമില്ലാത്തൊരു അടിമയുടെ അടുത്തേക്കാണല്ലോ നീ എന്നെ പറഞ്ഞയച്ചത്. അപ്പൊ അള്ളാഹു ആ കണ്ണ് തിരിച്ചു കൊടുത്തിട്ട് മലക്കുൽ മൗത്തിനോട് പറയുന്നുണ്ട്, മൂസാ നബിന്റെ അടുക്കൽ ഒരിക്കൽ കൂടി പോയിട്ട് നീ പറയണം, ഒരു കാളയുടെ ശരീരത്തിൽ കൈ വെക്കുക. ആ കൈയിന്റെ ചുവട്ടിൽ എത്ര രോമങ്ങളുണ്ടോ ബികുല്ലി ശഅറത്തിൻ സന, ഓരോ രോമത്തിനും ഓരോ വർഷം എന്ന നിലക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തരും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തിരിച്ചു വയ്ക്കുന്നുണ്ട്, ഐ റബ്ബ് സുമ്മ മാദാ. അങ്ങനെ ആ നിശ്ചയിക്കപ്പെട്ട അവധി കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാവുക? സുമ്മൽ മൗത്ത്, പിന്നെ മരിക്കും. മരണം ഉറപ്പാണോ? മരണം ഉറപ്പാണ്. ഫൽ ആൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ആയിക്കോട്ടെ എന്നാണ്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അള്ളാഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്. എനിക്ക് എന്റെ ഖബർ അത് ബൈത്തുൽ മഖ്ദസിന്റെ അടുത്താകണമെന്ന് ആഗ്രഹമുണ്ട്. ആ പ്രാർത്ഥനക്ക്, ആ തേട്ടത്തിന് അള്ളാഹു ഉത്തരം കൊടുക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറുള്ളത് ബൈത്തുൽ മഖ്ദസിന്റെ അടുത്താണ്. എന്നാൽ ആ ഖബർ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ നമ്മുടെ കയ്യിൽ രേഖയൊന്നുമില്ല. ഇന്ന് ലോകത്ത് ഒരു നബിയുടെ ഖബർ ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയ ഒരേ ഒരു ഖബറേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. വേറൊരു ഖബറും കാണിച്ചിട്ട് ഇത് ഏതെങ്കിലും ഒരു നബിയുടെ ഖബറാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മുടെ അടുത്ത് ഒരു തെളിവുമില്ല. ഈ സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു സൈഡ് പോയിന്റ് കൂടിയുണ്ട്. വന്നത് മലക്കുൽ മൗത്താണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായിട്ടില്ല. മുമ്പിൽ ഒരു മനുഷ്യന്റെ കോലത്തിൽ മലക്ക് വന്നപ്പോൾ അത് തിരിച്ചറിയാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിഞ്ഞില്ല.
സമാനമായ സംഭവം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിന്റെ പുരയിലേക്ക് മലക്കുകൾ വരുന്നുണ്ടല്ലോ. ഹൽ അതാക ഹദീസു ദൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ. ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്ന അതിഥികളുടെ വർത്തമാനം അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ. ആ മലക്കുകൾ വന്ന സമയത്ത് അവർ സലാം പറഞ്ഞു. ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം അടക്കി. അപരിചിതരായ അതിഥികൾക്ക് സലാം. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. നല്ല തടിച്ചൊരു കാളക്കുട്ടിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൊണ്ടുവരാൻ വന്നത് മനുഷ്യന്മാരാന്ന് വിചാരിച്ചിട്ടാണ് കാളക്കുട്ടിയെ കൊണ്ടുവരുന്നത്. ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. അത് ആ മലക്കുകളുടെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങള് കഴിക്കുന്നില്ലേ? അപ്പോഴാ പറയുന്നത് ഞങ്ങള് മലക്കുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവരം അറിയിച്ചു കൊടുക്കുന്നത്. അപ്പോ കൺമുമ്പിൽ വന്ന മനുഷ്യന്മാര് മലക്കുകളാണ് എന്ന് തിരിച്ചറിയാൻ നബിമാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. നബിമാര് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത്. അവരുടെ മുമ്പിൽ തെളിഞ്ഞ കാര്യങ്ങൾ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഇതിന്റെ കൂടെ നമ്മൾ വായിക്കുക. പ്രിയപ്പെട്ടവരെ, നബിമാർക്ക് അള്ളാഹു ചോയ്സ് കൊടുക്കും. ഒന്നിരിക്കൽ അവർക്ക് കുറച്ചും കൂടി കാലം ഈ ദുനിയാവിൽ കഴിയാനുള്ള അവസരം കൊടുക്കും. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് നടത്തുന്ന ഖുതുബയിൽ പറഞ്ഞൊരു കാര്യം. അള്ളാഹു ഒരു അടിമക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ അടിമക്ക് ദുനിയാവിലുള്ളത് തെരഞ്ഞെടുക്കാം. ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കേട്ടപ്പോ പള്ളിയിൽ നിന്ന് ഒരു കരച്ചില്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കരയുന്നത്. അപ്പൊ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, എന്തിനാ അള്ളാഹു ഒരു അടിമക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തു, ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു, അതിനെന്തിനാണ് അബൂബക്കർ കരയുന്നത്? ആ തെരഞ്ഞെടുത്ത അടിമ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. നബിക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് മനസ്സിലായത്. സഹാബിമാർ പറയുന്നുണ്ട്, വകാന അബൂബക്കർ അലമന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള ആള് അബൂബക്കറാണ്. അപ്പൊ നബിമാർക്ക് അങ്ങനത്തെ ഒരു ചോയ്സ് ഉണ്ടാകും. കുറച്ചും കൂടി കാലം അള്ളാഹു നിശ്ചയിക്കുന്ന അത്ര കാലം വീണ്ടും ഈ ദുനിയാവിൽ കഴിയാനുള്ള അവസരം ഉണ്ടാകും. എന്നാൽ നമുക്ക് അങ്ങനത്തെ ഒരു ചോയ്സ് ഉണ്ടാവില്ല. സമയമായി കഴിഞ്ഞാൽ മടങ്ങിപ്പോകേണ്ടവരാണ്, തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മരണത്തിലേക്ക്, നമ്മുടെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കാൻ. ദുനിയാവ് കുറച്ചേ ഉള്ളൂ. ആ ദുനിയാവിന് അള്ളാഹു ഒരു വിലയും കൊടുത്തിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ കൂടെ അങ്ങാടിയിലൂടെ നടക്കാൻ. അപ്പൊ നടക്കുന്ന സമയത്ത് വഴിയരികിൽ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ കണ്ടു. അതിന്റെ കാതൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ ആട്ടിൻകുട്ടിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് കൂടെയുള്ള അനുചരന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാണ്, അയ്യുക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹം. ഒരു ദിർഹം വില കൊടുത്തിട്ട് ആരാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങുക? അപ്പൊ സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അതിനെ ഒരു ദിർഹമിന് വേണ്ട. വമാ നസ്നഉ ബിഹി, ആ ആട്ടിൻകുട്ടിയെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അതൊരു ചത്ത ആട്ടിൻകുട്ടിയാണ്, ഞങ്ങൾക്കാർക്കും ഒരു ദിർഹം വില കൊടുത്തിട്ട് അത് വേണ്ട. ഒരു ദിർഹമിന്റെ താഴെയാണെങ്കിലും ഞങ്ങൾക്കത് ആവശ്യമില്ല. അപ്പൊ നബി വീണ്ടും ചോദിക്കുകയാണ്, അതുഹിബ്ബൂന അന്നഹു ലക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? അപ്പോ സഹാബിമാര് പറയുന്നുണ്ട്, വല്ലാഹി ലൗ കാന ഹയ്യൻ കാന ഐബൻ ഫീ, അത് ജീവനുള്ളതാണെങ്കിൽ തന്നെ അതിന് ന്യൂനത ഉണ്ട്. അതിന്റെ കാത് മുറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മരിച്ചതാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? ചത്തതാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും അത് വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഉണർത്തി, ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ആട്ടിൻകുട്ടിയെ നിങ്ങൾക്കൊരു വിലയില്ലല്ലോ. നിങ്ങൾ കഴിയുന്ന ഈ ദുനിയാവിന് ആ ആട്ടിൻകുട്ടിയുടെ അത്ര വില പോലും അള്ളാഹു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. ഒരു ചത്ത ആട്ടിൻകുട്ടിയുടെ വില പോലും ഈ ദുനിയാവിന് അള്ളാഹു കൊടുത്തിട്ടില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ പഠിപ്പിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് പരക്കം പായാണ്. നമ്മള് ഒരു വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കച്ചവടം, ശമ്പളം, നമ്മുടെ കുടുംബം, പറമ്പ്, ബിസിനസ്, സാലറി, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് എത്ര കിട്ടിയാലും നമുക്ക് തികയൂല. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എത്ര കിട്ടിയാലും തികയൂല.
ലൗ അന്ന ലിബ്നി ആദമ വാദിയം മിൻ ദഹബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യന് സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വര ഉണ്ടെങ്കിൽ, സ്വർണം കൊണ്ടുള്ള ഒരു താഴ്വര ഉണ്ടെങ്കിൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, രണ്ടാമത്തൊരു താഴ്വര കൂടി കിട്ടുമെന്നാണ് ഓൻ ആലോചിക്കുക, ഓൻ ചിന്തിക്കുക. വലൻ യംലഅ ഫാഉ ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ എത്ര കിട്ടിയാലും തികയൂല. നമ്മളിങ്ങനെ മുതലാഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് കൊതിച്ചുകൊണ്ടിരിക്കാൻ. നബി പറഞ്ഞല്ലോ, വയസ്സായ ഒരാൾക്കും രണ്ടാഗ്രഹങ്ങൾ ഉണ്ടാവുന്ന പറഞ്ഞത്. ഒന്ന് ഹബ്ബുൽ ഹയാത്ത, ഇനിയും കുറെ കാലം ജീവിക്കാനുള്ള ആഗ്രഹം. രണ്ട് കസ്റത്തുൽ മാൽ, കുറെ മുതലുണ്ടാക്കാൻ, കുറെ സ്വത്തുണ്ടാക്കാൻ, സമ്പത്തിനോടുള്ള ആഗ്രഹം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ രണ്ട് കാര്യത്തിലും പ്രായമായ ഒരാളുടെ മനസ്സും ചെറുപ്പമായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശരിക്കും അള്ളാഹു ഈ ദുനിയാവിന് എന്ത് വില കൊടുത്തിട്ടുള്ളത്? ഇപ്പൊ നബിമാരുടെ ലൈഫ് ആലോചിച്ച് നോക്കി നിങ്ങള്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 12 വർഷങ്ങൾ അല്ലെങ്കിൽ 18 വർഷങ്ങൾ രോഗിയായിട്ട് കഴിഞ്ഞു. ഈ ദുനിയാവിന് അള്ളാഹു ഒരു വില കൊടുത്തിരുന്നെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുനിയാവിൽ കഷ്ടപ്പെടുമോ? അള്ളാഹുവിന്റെ നബിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, നബിയുടെ മകനാണ്. ഉപ്പയും നബിയാണ്, വല്യുപ്പയും നബിയാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. ആ യൂസുഫ് നബിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? കിണറ്റിൽ കിടക്കേണ്ടി വന്നിട്ടില്ലേ? ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ലേ? വർഷങ്ങളോളം വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ബിദഅ സിനീൻ എന്ന് പറഞ്ഞാല് 10 താഴെ 3 കൂടുതൽ. ആ വർഷങ്ങൾ 7 വർഷം എന്നൊക്കെ നമുക്ക് തഫ്സീറിൽ കാണാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജയിലിൽ കഴിഞ്ഞു. അപ്പൊ ദുനിയാവിനൊരു വില ഉണ്ടായിരുന്നുവെങ്കിൽ ഒരങ്ങനെ കഷ്ടപ്പെടേണ്ടിയിരുന്നോ? ഒരു രാത്രി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവും ഇറങ്ങി നടക്കാൻ, വിശന്നിട്ട്, വിശപ്പ് സഹിക്കാൻ പറ്റാതെ. ദുനിയാവിൽ ഓരോ അങ്ങനെയൊക്കെ സഹിച്ചിട്ടുണ്ട്. ആരാണ് ഈ പറഞ്ഞ മനുഷ്യന്മാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിമാരും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യന്മാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ ثم ഉസ്മാൻ الارجح വറാബിഉഹും ഖൈറുൽ ബരിയത്തി ബഅദഹും അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു വഇന്നഹും ലറഹ്തു ലാ റൈബ ഫീഹിം അലാ നുജുബിൽ ഫിർദൗസ് ബിൻ നൂരി തസ്റഹു. നമ്മുടെ അഖീദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാർ നബിമാരാണ്. ആ നബിമാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ 3 ആൾക്കാരാണ് രാത്രി വിശന്നിട്ട് പുരേന്ന് ഇറങ്ങി നടക്കുന്നത്. ദുനിയാവ് അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. എന്നാൽ ആഖിറത്ത് അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അള്ളാഹു കൊടുക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെയൊക്കെ ആഖിറത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഇബ്നു ഔഫിന്റെ മുമ്പിലേക്ക് നല്ല ഖുബ്സും ഇറച്ചിയും കൊണ്ടുവന്നിരിക്കാൻ. അദ്ദേഹം നോമ്പുകാരനാണ്. ഇഫ്താറിനുള്ള ഫുഡാണ് അത്. ആ ഫുഡ് കണ്ടിട്ട് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. മായാത്ത ഓർമ്മകൾ ഇബ്നു ഔഫിനെ വീണ്ടും ഉഹദിന്റെ പോർക്കളത്തിലേക്ക് എത്തിച്ചു. അവിടെ 40കാരനായ മുസ്അബ് ഇബ്നു ഉമൈർ എന്ന ചെറുപ്പക്കാരനെ കഫൻ പൊതിയുന്ന രംഗം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ തെളിഞ്ഞു. ഇബ്നു ഔഫ് പറയുന്നുണ്ട്, ഖുതില മുസ്അബ് വഹുവ ഖൈറു മിന്നി. മുസ്അബ് കൊല്ലപ്പെട്ടു. മുസ്അബ് ഉഹദിൽ ഷഹീദായി. അവൻ എന്നെക്കാളും നല്ലവനായിരുന്നു. വഖുതില ഹംസ. ഹംസ ഉഹദിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഹംസയും എന്നെക്കാളും നല്ലവനായിരുന്നു. മുസ്അബിനെ കഫൻ പൊതിയുന്ന സമയത്ത് തല മറക്കുമ്പോ കാലുകൾ പുറത്താൻ, ഒരു കഷ്ണം പുതപ്പാണ് ഉണ്ടായിരുന്നത്. തല മറച്ചാല് കാലുകൾ പുറത്താണ്, കാലുകൾ മറച്ചാല് തല പുറത്താണ്. ഇപ്പോതാ നമുക്ക് ദുനിയാവ് വിശാലമാക്കി തന്നിരിക്കുന്ന അല്ലാഹു. എന്നിട്ട് ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് ഖശീന അൻ തകൂന ഹസനാതുന ഉജ്ജിലത് ലനാ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്തതിനുള്ളൊക്കെ കൂലി
അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തന്നിരിക്കാണോ എന്ന് ഞാൻ പേടിക്കുന്നു, എനിക്ക് ഈ ഇഫ്താർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, നല്ലൊരു ഭക്ഷണം കണ്ടപ്പോ അവരുടെ മനസ്സിലുണ്ടായ ചിന്ത എന്താണ്? അപ്പൊ നമ്മളെ മുമ്പിൽ നല്ല വിഭവസമൃദ്ധമായ ഫുഡ് വന്നാൽ നമ്മളെന്താ ചെയ്യാ? നമ്മളത് പള്ളർച്ച തിന്നിട്ട് ആ തിരക്കടില്ല, നല്ല ഉഷാറാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഇറച്ചിയിൽ ഒന്നുകൂടി ഒരു മസാല പിടിക്കാനുണ്ട്, ഒരു അൽഹംദുലില്ലാ എന്ന് പോലും ചിലപ്പോ മനസ്സറിഞ്ഞിട്ട് നമ്മള് പറയൂല. സഹാബിമാര് കുറച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം അവരുടെ മുമ്പിൽ എത്തിയപ്പോ ഒരു ചിന്തിക്കാണ്, ഞങ്ങൾ ചെയ്തതിനുള്ളതൊക്കെ ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അള്ളാഹു ഞങ്ങൾക്ക് തന്നിരിക്കാണോ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കരയിപ്പിച്ച മുസ്അബ് ഇബ്നു ഉമൈർ എപ്പോഴെങ്കിലും നമ്മളെ കരയിപ്പിച്ചിട്ടുണ്ടോ? സംഭവ ബഹുലമായിരുന്നു ആ സഹാബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. മക്കക്കാരുടെ സൗരഭ്യം, പരിമളം എന്നാണ് മുസ്അബ് ഇബ്നു ഉമൈർ അറിയപ്പെട്ടത്. വിലയേറിയ ഉടയാളുകൾ ധരിച്ചിട്ടാണ് ആ മനുഷ്യൻ നടന്നിരുന്നത്. ഉമ്മയുടെയും ഉപ്പയുടെയും കരളിന്റെ കഷ്ണമായിരുന്നു. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വീണ ഒരു ചെറുപ്പക്കാരൻ. ആ മുസ്അബ് ഇബ്നു ഉമൈർ മടക്കയാത്രയിൽ എങ്ങനെയാണ് കഫൻ പുടവ തികയാത്ത മനുഷ്യനായി മാറിയത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഹബശയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നിട്ടുണ്ട്, തടവറയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. എന്തിന്റെ പേരില്ല? എല്ലാം 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 ഉണ്ടായിട്ടും ഓരങ്ങനൊക്കെ കഷ്ടപ്പെട്ടത് എന്തിനാണ്? ഒരു റിസ്ക് എടുത്തത് എന്തിനാണ്? ദീനിന് വേണ്ടിയിട്ടായിരുന്നു, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു, സ്വർഗത്തിന് വേണ്ടിയിട്ടായിരുന്നു. അഖബ ഉടമ്പടി കഴിഞ്ഞ് 12 ആൾക്കാർ മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോ അവരുടെ കൂടെ ഒരു മക്കക്കാരൻ ഉണ്ടായിരുന്നു. ആ മക്കക്കാരന്റെ പേര് മുസ്അബ് ഇബ്നു ഉമൈർ എന്നാണ്. മദീനക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ജുമാ നടത്തിയ സഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മദീനയിലെ വീടുകൾ കയറിയിറങ്ങി ഇസ്ലാമിന്റെ സന്ദേശം മുസ്അബ് പ്രചരിപ്പിച്ചു. നബിയും സഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിൽ എത്തുന്നതിന് മുമ്പ് ആ മണ്ണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പാകമാകണം. ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പൂർത്തിയാക്കി. ബദറിലും ഉഹദിലും ഇസ്ലാമിന്റെ പതാക വഹിച്ച പതാകവാഹകന്റെ പേരും മുസ്അബ് ഇബ്നു ഉമൈർ എന്നാണ്. മരിക്കുമ്പോ 40 വയസ്സാണ് പ്രായം. ഇബ്നു കമിഅ എന്ന മനുഷ്യൻ കുതിരപ്പടയാളിയാണ് അയാൾ. മുസ്അബിന്റെ വലത് കൈ വെട്ടിമാറ്റാൻ, പതാക പിടിച്ച വലത് കൈ വെട്ടിമാറ്റി പതാക ഇടത്തെ കൈയിലേക്ക് പിടിച്ചു, ഇടത് കൈയും വെട്ടിമാറ്റാൻ മുസ്അബ് ഇബ്നു ഉമൈർ ഓതിക്കൊണ്ടിരുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. അവസാനം കുന്തം കൊണ്ട് കുത്തിയിട്ടാണ് മുസ്അബ് ഇബ്നു ഉമൈറിനെ ഇബ്നു കമിഅ വധിക്കുന്നത്. ആ 40കാരന്റെ ശരീരത്തിന് അരികെ നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്ത് ഓതുന്നുണ്ട്, മിനൽ മുഅ്മിനീന റിജാൽ സദഖു മാ ആഹദുല്ലാഹ്. അള്ളാഹുവിന് കൊടുത്ത കരാറുകൾ പാലിച്ച മനുഷ്യന്മാരുണ്ട് ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ. അത് മുസ്അബ് ഇബ്നു ഉമൈറിന്റെയും ഉഹദിൽ ഷഹീദായ ശുഹദാക്കളുടെയും വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്, സൂറത്തുൽ അഹ്സാബിലെ 23-ാമത്തെ ആയത്ത്. സഹാബിമാരുടെ ചരിത്രം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ഈമാൻ കൂടും. ഓര് ജീവിച്ചത് ഈ ദീനിന് വേണ്ടിയിട്ടായിരുന്നു, ആഖിറത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആഖിറത്ത് നമുക്കൊരു പ്രശ്നമായിരുന്നുവെങ്കിൽ ദുനിയാവ് നമുക്കൊരു വിഷയമാവില്ല. ആഖിറത്ത് നമുക്കൊരു വിഷയമാണെങ്കിൽ ദുനിയാവ് നമുക്കൊരു പ്രശ്നമാവൂല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് വരികയാണ്. യാ റസൂലല്ലാഹ് ഇന്നി സനൈതു. അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് ഇസ്ലാമിക ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ ഓൾക്കുള്ള ശിക്ഷ എന്താണ്? ഓളെ എറിഞ്ഞു കൊല്ലണം. ഫതഹിർനി, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്നെ ശുദ്ധിയാക്കണം, നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലണം, ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതും പറഞ്ഞ് തിരിച്ചയക്കാൻ നോക്കി. അപ്പൊ അവസാനം ആ പെണ്ണ് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എന്നെ മടക്കി അയക്കണ്ട, വല്ലാഹി ഇന്നി ലഹുബുല, ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഗർഭിണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ, പ്രസവിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരൂ. പ്രസവം കഴിഞ്ഞു, ആ പെണ്ണ് വന്നു, കൈക്കുഞ്ഞുമായിട്ടാണ് വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുലയൂട്ടൽ കഴിയട്ടെ, കുഞ്ഞിന് പാല് വേണം, ആ കുട്ടി പാല് കുടിക്കട്ടെ, പാലുകുടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അരികിലേക്ക് വീണ്ടും വരിക.
ആ പെണ്ണ് പാലുകുടി നിർത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയാണ്. കുട്ടിയുടെ കയ്യിൽ ഒരു ഹുബ്സിന്റെ കഷ്ണം കൊടുത്തിട്ടുണ്ട്. എന്റെ കുട്ടി പാലുകുടി നിർത്തിയിട്ടുണ്ട് എന്ന് നബിയെ ബോധിപ്പിക്കാനാണത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു, നബിയെ ശിക്ഷ നടപ്പിലാക്കണം. ആ ഗാമിദിയ ഗോത്രക്കാരിയായ പെണ്ണ് ആ കുഞ്ഞിനെ വേറൊരു സഹാബിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞു. നെഞ്ചുവരെ ആഴത്തിലുള്ള ഒരു കുഴിയെടുത്തു. ആ കുഴിയിലേക്ക് അവരെ ഇറക്കി നിർത്തി. സഹാബിമാര് കല്ലെറിഞ്ഞു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു കല്ലെറിഞ്ഞപ്പോ രക്തം മുഖത്തേക്ക് തെറിച്ചു. അപ്പൊ ഖാലിദ് ആ പെണ്ണിനെ ചീത്ത പറഞ്ഞു. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദ് അരുത്, ചീത്ത പറയരുത്. വല്ലാഹി ലഖദ് താബത് തൗബതൻ, ആ പെണ്ണ് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അവൾ നിർവഹിച്ച ആ തൗബ ഉണ്ടല്ലോ, അത് വലിയ പാതകം ചെയ്ത ഒരാൾക്ക് വീതിച്ചു കൊടുത്താൽ പോലും അവർക്കും മതിയായതാണത്. അതുകൊണ്ട് ആ പെണ്ണിനെ നീ ചീത്ത അറിയരുത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചു. നമ്മൾ ചിന്തിക്കേണ്ടത്, ആദ്യം വന്നപ്പോ പലതും പറഞ്ഞ് തിരിച്ചയക്കാൻ നോക്കി, ഒരു മടങ്ങിപ്പോയില്ല, ഗർഭിണിയാന്ന് പറഞ്ഞു. രണ്ടാമത് പ്രസവിച്ചിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. പ്രസവിക്കുന്ന കാലത്തിന്റെ ഇടക്ക് ഗ്യാപ്പ് ഉണ്ട്, അവരുടെ മനസ്സ് മാറിയിട്ടില്ല. പ്രസവിച്ചതിന് ശേഷം വീണ്ടും നബിന്റെ അടുക്കൽ വന്നു. അപ്പോൾ അവരൊരു ഉമ്മയാണ്. പിന്നെ മുല കുടിക്കുന്ന സമയമാണ്. ആ മുലകുടി പ്രായം കഴിയട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ കുഞ്ഞിനെ ഒരാളുടെ കയ്യിലേക്ക് കൈമാറിയിട്ടാണ് ആ പെണ്ണ് തിരിച്ചു പോകുന്നത്. അവരെന്താണെന്നറിയോ, ആഖിറത്ത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, മരണത്തിന് ശേഷമുള്ള ജീവിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് അവർക്കൊരു പ്രശ്നമല്ല. സ്വർഗത്തിൽ ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള ഇടം കിട്ടുകയാണെങ്കിൽ അത് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാളും ഹൈറാണെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഖുത്ബയിൽ നമുക്ക് കിട്ടേണ്ട ഒരു മെസ്സേജ്, ദുനിയാവ് നമുക്ക് വേണം, വേണ്ടെന്നല്ല. പക്ഷെ ദുനിയാവിന്റെ പിന്നാലെ ഓടിയിട്ട് നമ്മുടെ ആഖിറത്ത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ദുനിയാവ് ഒരു തുല്യാണ്, ആഖിറത്ത് പരന്നു കിടക്കുന്ന കടലാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ ആഖിറത്ത് നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിനനുഗ്രഹിക്കട്ടെ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല ഒരു കാലത്ത് മിസ്റിലെ ഖാദിയായിരുന്നു. ഖാദിയായ സമയത്ത് അദ്ദേഹം കുറച്ച് മുന്തിയ വസ്ത്രം ധരിച്ച് നല്ല വാഹനത്തിലൊക്കെ യാത്ര ചെയ്തു. ഖാദിയാണല്ലോ, സാധാരണക്കാരെ പോലെ നടക്കാൻ പറ്റൂല. ഒരിക്കൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എണ്ണപ്പണിക്കാരനായ ജൂതൻ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആലയുടെ വാഹനം തടഞ്ഞു. വാഹനം തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ നബി പറഞ്ഞൊരു കാര്യം ശരിയല്ല. എന്താണത്? ദുനിയാവ് ഈമാനുള്ള ഒരു മനുഷ്യന് ജയിലാണെന്നും കാഫിറായ ഒരു മനുഷ്യന് സ്വർഗാണെന്നും നിങ്ങളുടെ റസൂൽ പറഞ്ഞിട്ടില്ലേ? അതെ, പറഞ്ഞിട്ടുണ്ട്. അതിനെന്താണ് പ്രശ്നം? ഞാന് കാഫിറായ ഒരു മനുഷ്യനാണ്, ഞാനൊരു എണ്ണപ്പണിക്കാരനാണ്, എന്റെ വസ്ത്രം മുഷിഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല വസ്ത്രങ്ങളില്ല, എനിക്ക് നല്ല വാഹനമില്ല. നിങ്ങൾ ഈമാനുള്ള ഒരു മനുഷ്യനാണ്, നിങ്ങൾ സഞ്ചരിക്കുന്നത് നല്ല മുന്തിയ വാഹനത്തിലാണ്, നിങ്ങൾ ഉടുത്തിട്ടുള്ളത് നല്ല വിലയേറിയ വസ്ത്രങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നബി പറഞ്ഞത് ശരിയല്ലല്ലോ. അപ്പൊ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഞങ്ങളുടെ നബി പറഞ്ഞതിന്റെ ഉദ്ദേശം അതല്ല. ഈമാനുള്ള ഒരു മനുഷ്യൻ, അയാൾ ദുനിയാവിൽ എത്ര സുഖ സൗകര്യങ്ങളിൽ കഴിഞ്ഞവനാണ് എങ്കിലും നാളെ ആഖിറത്തിലെത്തിയാൽ, സ്വർഗത്തിലെത്തിയാൽ അയാൾക്ക് തോന്നും, ഞാൻ കഴിഞ്ഞിരുന്ന ദുനിയാവ് അതെനിക്കൊരു ജയിലായിരുന്നു. കാഫിറായൊരു മനുഷ്യൻ, അയാൾ ഈ ദുനിയാവിൽ എത്ര നരകിച്ച് ജീവിച്ച ആളാണെങ്കിലും നാളെ നരകത്തിലെത്തിയാൽ അയാൾക്ക് മനസ്സിലാകും, ഞാൻ കഴിഞ്ഞിരുന്ന ആ ദുനിയാവ് തന്നെയാണ് സ്വർഗമെന്ന്. അതാണ് ഞങ്ങളുടെ നബി പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശമെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ എത്ര സഹിച്ചാലും
അതിനൊക്കെ ഉള്ളത് പകരം ആഖിറത്തിൽ സ്വർഗത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പൊ ചില ആൾക്കാരൊക്കെ വലിയ ആശങ്കയിലാണ്, ബേജാറിലാണ്. ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ, SIR റെഡി ആയിട്ടില്ല എങ്കിൽ, നമ്മളെ പേരൊന്നും ലിസ്റ്റിൽ വന്നിട്ടില്ല എങ്കിൽ പ്രശ്നമാവോ എന്നൊക്കെയുള്ള ഒരു ഇടങ്ങറ്. അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട സംഗതികൾ തന്നെയാണ്. കാരണം സബബുകൾ സ്വീകരിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സബബുകൾ സ്വീകരിച്ചിട്ട് തന്നെയാണ് അള്ളാഹുവിൽ നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. പക്ഷെ അതിനപ്പുറം ഓവറായിട്ടുള്ളൊരു ബേജാറ് ആ വിഷയത്തിൽ നമുക്ക് വേണ്ട. ബേജാറ് വേണം, ഓവറാകാൻ പാടില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ വരും. എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇസ്ലാം നമ്മുടെ അടുത്ത് എത്തിയിട്ടുള്ളത്? ഫിറഔനിന്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ ദീൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്രൂദിന്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ ദീൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അബൂജഹലിന്റെ കാലം കഴിഞ്ഞിട്ടാണ് ഈ ദീന് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടത്തെക്കാളൊക്കെ എത്രയോ വലിയ കൊലകൊമ്പന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരൊക്കെ പര്യവസാനം എങ്ങനെയായിരുന്നു? ഫിറഔന്റെ പര്യവസാനം എങ്ങനെയാണ്? അബൂജഹൽ ഫിറഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിറഔനാണ് അബൂജഹൽ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അബൂജഹലിന്റെ പര്യവസാനം എങ്ങനെയാണ്? 2 ചെറിയ കുട്ടികളെ കൊണ്ടാണ് അള്ളാഹു അവന്റെ കാര്യം തീരുമാനാക്കി കൊടുത്തത്. അത് ഓൻക്കുള്ള നിന്ദ്യത കൂടിയാണ്. വലിയ തറവാട്ടുകാരെ കൈകൊണ്ട് മരിക്കണം എന്നാണ് അറബികൾ എപ്പോഴും കൊതിക്കാറുള്ളത് യുദ്ധങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോ. അൻസാരികളായ 2 ചെറിയ കുട്ടികളുടെ കൈകൾ കൊണ്ടാണ് അബൂജഹല് ബദറിൽ കൊല്ലപ്പെടുന്നത്. നിന്ദ്യതയാണ്. ഓരുടെ അധികാരവും ഹുങ്കൊന്നും കുറെ കാലം നീണ്ടു നിന്നിട്ടില്ല. അവരുടെയൊക്കെ പര്യവസാനം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പക്ഷെ അതിന് ഒരുപാട് കാലത്ത് ആയുസ്സൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ബേജാറായിട്ട് നമ്മളെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാവോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോ ഇവിടെ കുറച്ചു കാലമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ഇത് കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്തൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. സ്വർഗക്കാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മൾ കാണുമ്പോ ഓർമ്മപ്പെടുത്തുകയാണ്, അത് ചെയ്തോ ഇത് ചെയ്തോ, ആ പേപ്പർ ക്ലിയർ ആക്കിയോ, അവിടെ പോയോ, ഉമ്മാന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ, വാപ്പാന്റെ ഡീറ്റെയിൽസ് കിട്ടിയോ, അത് ചേർത്തോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ. സഹാബിമാർ ഒരു പരസ്പരം കണ്ടുമുട്ടുമ്പോ സൂറത്തുൽ അസ്ർ ഓതാതെ ഒരു പിരിയാറുണ്ടായിരുന്നില്ല എന്നാണ്. സൂറത്തുൽ അസ്ർ ഖുർആനിലെ 103-ാമത്തെ അധ്യായം, 3 ആയത്തുകളുള്ള ചെറിയൊരു സൂറത്ത്. അത് നമുക്കുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ, തീർച്ചയായിട്ടും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. എന്നിട്ട് അതിന്ന് ഒരു 4 ടീമിനെ, 4 ക്വാളിറ്റികളുള്ള ആളുകൾ അള്ളാഹു മാറ്റി നിർത്താൻ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈമാനുള്ളവർ, സുഹൃതങ്ങൾ ചെയ്തവർ, പരസ്പരം ഉപദേശിച്ചവർ, ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് പറഞ്ഞവർ ഓരൊഴികെ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടക്കണം. ഇത് വേണ്ടെന്നല്ല പറഞ്ഞത്, ഇത് വേണം, ഇത് നിർബന്ധമാണ്, അനിവാര്യമാണ്. അതിനേക്കാളും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ കുടുംബത്തിന്റെ ലിസ്റ്റും നമ്മുടെ കുടുംബത്തിന്റെ പേരും സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം. ആ വിഷയം കൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്തു തരട്ടെ.